സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ, ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് സ്നേഹമായി കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ഈ അൾത്താരയിൽ ഇതാ നമ്മുടെ കൂടെയായിരിക്കുന്ന നല്ല ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. 3 മണി സമയം ദൈവം ലോകത്തിൻ്റെ മേൽ കരുണ ചൊരിഞ്ഞ സമയമാണ്. തൻ്റെ ശരീരവും രക്തവും മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയുടെ പെരുമാറി നൽകിക്കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് കാരുണ്യത്താൽ വീണ്ടെടുത്ത സമയം. ദൈവത്തിൻ്റെ കരുണയെ അനുസ്മരിക്കുവാനും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതവും നമ്മുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ദൈവം കരുണയായി നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ സമയം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന വലിയ കരുണ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്, എപ്രകാരമാണ് ദൈവത്തിൻ്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവേദ്യമാകുന്നത്. അതേസമയത്ത് ഈ കരുണ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യവും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പറുദീസായിൽ ദൈവത്തോടൊപ്പമായിരുന്ന മനുഷ്യൻ അവൻ്റെ പതനത്തെക്കുറിച്ചാണ്. എല്ലാ സുഖസൗകര്യങ്ങളോടും സൗഭാഗ്യങ്ങളോടും കൂടെ അവൻ പറുദീസായിൽ അങ്ങനെ വിഹരിച്ച് നടക്കുമ്പോൾ കൗശലക്കാരനായ പിശാച് അവനെ വഴിതെറ്റിക്കുകയാണ്. മനുഷ്യന് കൊടുത്തിരുന്ന ഏറ്റവും എല്ലാവിധ സൗഭാഗ്യങ്ങളും അതോടൊപ്പം തന്നെ അവനൊരു വിലക്കും കൊടുത്തിരുന്നു. അതായത് ഈ പറുദീസായുടെ നടുവിലുള്ള ഈ വൃക്ഷത്തിലെ ഫലങ്ങൾ നീ കഴിക്കരുത്. ആ ഒരു കാര്യം അവൻ്റെ ജീവിതത്തിലേക്ക് പറഞ്ഞപ്പോൾ അത് ഹൃദയത്തിൽ അവൻ ഏറ്റെടുത്ത് വിശ്വസ്തയോടെ കൊണ്ടു നടക്കുകയാണ്. പക്ഷെ അവനെ വഴിതെറ്റിക്കുവാനായിട്ട് പിശാച് കൗശലപൂർവ്വം അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വലിയ ഒരു മാറ്റം അവരിൽ സംഭവിക്കുമെന്ന്. പക്ഷേ കൗശലക്കാരനായ പിശാച് ആദിമാതാപിതാക്കളെ വഴിതെറ്റിക്കുമ്പോൾ അതിലൂടെ അനുസരണക്കേട് എന്ന ആ ഒരു വലിയ പാപത്തിലൂടെ അവരുടെ ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങൾ അവർക്ക് നഷ്ടമായി പോവുകയാണ്. ഇത്രയും നാളും ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് എല്ലാ സുഖസൗകര്യങ്ങളും പറുദീസായിൽ അനുഭവിച്ച് ദൈവത്തോടൊപ്പം ചേർന്ന് ഉലാത്തിക്കൊണ്ടിരുന്ന മനുഷ്യൻ പാപം മൂലം അനുസരണക്കേട് മൂലം പറുദീസായ്ക്ക് പുറത്താകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹത്തോടെ നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന നിമിഷമാണ്. ദൈവത്തിന് ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ പലപ്പോഴും പാപം മൂലം അനുസരണക്കേട് മൂലമൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നു. പറുദീസായിൽ നിന്ന് അവനെ പുറത്താക്കിയെങ്കിലും വീണ്ടും അവന് രക്ഷയ്ക്കുള്ള വക ദൈവം അവന് കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. മനുഷ്യനെ ഉപേക്ഷിക്കുന്ന ദൈവത്തെ അല്ല പിന്നീട് നമ്മൾ കാണുന്നത്.
വീണ്ടും അവനെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. പിതാക്കന്മാരിലൂടെ ദൈവം തൻ്റെ കരുണയും സ്നേഹവും വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അബ്രാഹത്തെ വിളിച്ചു, ഇസഹാക്കിനെ പ്രത്യേകമായി വിളിച്ചു, യാക്കോബിനെയും അവൻ്റെ തലമുറയെയും എല്ലാം ദൈവം ശക്തമായി പരിപാലിക്കുന്നത് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനതയെ, ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനതയെ ദൈവം എപ്രകാരമാണ് കരുണയോടെ കാത്തുപരിപാലിച്ചത് എന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഇസ്രായേൽ ജനത ഒരിക്കലും അവരുടെ ജീവിതത്തിൽ മറന്നു പോകാൻ പാടില്ലാത്ത രീതിയിൽ ദൈവം അവരോട് കരുണ കാണിച്ചിട്ടുണ്ട്. ചെങ്കടലിൻ്റെ നടുവിലും അവരനുഭവിച്ച ആ ഒരു വലിയ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും കരുണയുമൊക്കെ അവർ തലമുറകളോളം തൻ്റെ തലമുറകളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മറന്നു പോകാൻ പാടില്ലാത്തതാണ്. പക്ഷേ അവരുടെ ബലഹീനതകളാൽ വീണ്ടും മറന്നു പോവുകയാണ്. വീണ്ടും പാപത്തിലേക്ക് വീണു പോകുന്ന മനുഷ്യവംശത്തെ രക്ഷിക്കുവാനായി കാരുണ്യവാനായ ദൈവം സ്നേഹമായി ഭൂമിയിൽ അവതരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ മഹാരഹസ്യമാണ് നമ്മൾ ഈ മുൻപ് നമ്മുടെ ഈ അൾത്താരയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. വിശുദ്ധ കുർബാനയായി ദൈവം നമ്മുടെ കൂടെയായിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലുമൊക്കെ നമുക്ക് അനുഭവിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇത്രമാത്രം കരുണ ചൊരിയാനുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളാരും നിത്യനരകാഗ്നിയിലേക്ക് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷത്തോടെ ദൈവത്തോട് ചേർന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ കൃത്യമായിട്ടും പറയുന്നത്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമ്മുടെയൊക്കെ ക്ഷേമത്തിന് വേണ്ടി പദ്ധതി ഒരുക്കി കാത്തിരിക്കുന്ന കാരുണ്യവാനായ ദൈവമാണ് നമുക്കുള്ളത്. വീണ്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 54-ാം അധ്യായം പറയുന്നത് ഇപ്രകാരമാണ്: നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ്. ഓരോ വ്യക്തിയെയും പാപിയെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന കാരുണ്യവാനായ കർത്താവ് പറയുന്നു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്, അതൊരിക്കലും മാറിപ്പോകത്തില്ല. ഒരിക്കലും ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്രകാരം നമ്മളെ ഓരോരുത്തരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന നല്ല തമ്പുരാൻ്റെ മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മളും പ്രാർത്ഥിക്കുന്ന കാര്യം, കർത്താവേ, പാപം മൂലം നിൻ്റെ ആ വലിയ സ്നേഹത്തിൽ നിന്നും സാന്നിധ്യത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ഞങ്ങളെ നിൻ്റെ കാരുണ്യത്താൽ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ കാരുണ്യത്താൽ ഞങ്ങളെ നിൻ്റെ സ്നേഹത്തിൽ വളരുവാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരണം വചനം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന കാര്യം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്കും വരാവുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയാണ്, ഞാൻ പ്രയത്നിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പരിശ്രമിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായി ഓർഗനൈസ് ചെയ്തത് കൊണ്ടാണ് എൻ്റെ ജീവിതം എത്രമാത്രം മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, മനുഷ്യ അഹങ്കരിക്കുവാനും അതുപോലെ തന്നെ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അഹങ്കാരം കൊണ്ട് നിൻ്റെ ജീവിതത്തെ നശിപ്പിക്കുകയല്ല, അധപതനത്തിലേക്ക് നയിക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ വലിയ ദയയിലും കാരുണ്യത്തിലും നീ ആശ്രയം വയ്ക്കുക. സങ്കീർത്തനത്തിൽ നമ്മൾ കൃത്യമായിട്ടും കാണുന്ന കാര്യമാണ്. 118-ാം സങ്കീർത്തനം പറയുന്നു, മനുഷ്യനിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. ആദ്യ മാതാപിതാക്കളെ പോലെ അനുസരണക്കേട് മൂലം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതികൾ, സൗഭാഗ്യങ്ങളുടെ പദ്ധതികൾ നമുക്ക് നഷ്ടമാകാതിരിക്കാൻ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഓരോ വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലുമൊക്കെ ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഈ മകൻ, ഈ മകൾ എൻ്റെ സ്നേഹത്തിൽ ജീവിക്കണം, എൻ്റെ സ്നേഹത്തിലും സന്തോഷത്തിലും അവർ ജീവിക്കണം, അവർക്ക് ജീവിതത്തിൽ ശാന്തത ലഭിക്കണം. ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്.
ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയവരായി ജീവിക്കുവാൻ, പാപത്തെ വെറുത്തുപേക്ഷിച്ച് വീണ്ടും പാപത്തിലേക്ക് വീണു പോയാലും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വയ്ക്കുന്നവരായിട്ട് മാറുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാനായി ഒരുങ്ങുന്ന നിമിഷം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്രമാത്രം സ്നേഹവും കരുണയും കരുതലും ഒക്കെ ചൊരിയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന പ്രധാന കാര്യം, കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അഹങ്കരിക്കാനിടയാകാതെ നിൻ്റെ കാരുണ്യത്തിലും നിൻ്റെ സ്നേഹത്തിലും ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നയിക്കുവാൻ കർത്താവെ കൃപ തരണമേന്ന് പ്രാർത്ഥിക്കാം. പാപത്തെയും പാപസാഹചര്യങ്ങളെയും ഉപേക്ഷിച്ച് പിശാചൊരുക്കുന്ന കെണിയിൽ വീണു പോകാതെ ഏറ്റവും നിർമ്മലതയോടെ, നൈർമല്യത്തോടെ, ഹൃദയ നൈർമല്യത്തോടെ കർത്താവെ നിന്നെ സമീപിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ ഓരോ തുള്ളി രക്തത്താലും കർത്താവെ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. പാപത്തിൻ്റെ അവസ്ഥകളും പാപത്തിൻ്റെ ശാപത്തിൻ്റെയും ബന്ധനാവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും എല്ലാം നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും എല്ലാം കർത്താവ് നിൻ്റെ കരുണയുടെ കീഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ കർത്താവെ നിൻ്റെ വലിയ സ്നേഹത്താൽ അവരെ കഴുകി വിശുദ്ധീകരിച്ച് പൊതിഞ്ഞുപിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവരെയും ശാരീരിക മാനസികമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. കർത്താവേ, അവരുടെ ജീവിതത്തിലേക്ക് നിൻ്റെ സ്നേഹവും കരുതലും സൗഖ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കാതെ ഇത്രമാത്രം പാപത്തിൻ്റെ വലിയ അടിമത്തത്തിൽ കഴിയുന്ന എല്ലാ മക്കളെയും കർത്താവേ നിൻ്റെ കാരുണ്യ കടലിൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥിക്കാനായി കടപ്പെട്ടിരിക്കുന്നവരെ എല്ലാം കർത്താവ് നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ജോലി മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവരെയും ജോലിക്കായിട്ട് പരിശ്രമിക്കുന്നവരെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും കടബാധ്യതകളിലും ഒക്കെ കഴിയുന്നവരെല്ലാം കർത്താവെ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അവരുടെ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ കർത്താവെ നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ ചേർത്ത് പിടിച്ച് കരുണ ചൊരിഞ്ഞ് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവ് ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,